ഇന്നലെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യം SP പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതെന്താണോ ഞങ്ങൾ ചെയ്യേണ്ടത് ആ നടപടിയിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ബോർഡിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാവും. അതെനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നില്ല. അയാളാണല്ലോ നിങ്ങളുമായിട്ട് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. എൻ്റെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സാധനങ്ങളില്ലാന്ന് നിങ്ങളോടാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഉണ്ടോ ഇല്ലെന്നൊക്കെ. പിന്നെ ഉണ്ടോ ഇല്ലെന്നൊക്കെ കൃത്യമായി വരുമല്ലോ. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയതാരാ? അയാളല്ലേ. ഇപ്പോൾ അയാളല്ലേ കുഴി വീണിരിക്കുന്നത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറയുകയാണ്. ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ലെന്ന് തന്നെയല്ലേ ബോധ്യപ്പെട്ടത്. നിങ്ങളാരും അല്ലല്ലോ തെളിയിച്ചത്. ഞങ്ങളുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അല്ലേ അത് അന്വേഷിച്ച് തെളിയിച്ചത്. അത് പ്രതിപക്ഷത്തോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങളതാണ് പറയുന്നത്. എന്തിനാണ് ഇവരുടെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻ ഭരണസമിതിയോ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവരുടെ പ്രശ്നം. നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കിട്ടിയാലല്ലേ അവർക്ക് അത്രയൊരു ഹാപ്പിയുള്ളൂ. അത് സ്വാഭാവികമാണ്. പിന്നെ സ്വാഭാവികമായും അവർക്ക് ആവശ്യപ്പെടാനുള്ള ബാധ്യത ഉണ്ടല്ലോ. നിലവിലുള്ള ഒരു ഭരണസമിതിയോടും നിലവിലുള്ള ബോർഡിനോടും ഒക്കെ ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പം ഞങ്ങളെന്താ അതിൽ പറഞ്ഞത്? ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ചുമ്മാ കള്ളക്കളി കളിക്കുകയല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടു. ഏത് ഏജൻസി വേണമെങ്കിലും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അതനുസരിച്ചാണ് കോടതി നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് തന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വെങ്കടേഷ് IPS അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു നല്ല ടീമിനാണ് തന്നിരിക്കുന്നത്. ആ ടീമിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥങ്ങൾ എടുത്തു നോക്കൂ, നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല ടീമാണ്. ആ ടീം വരട്ടെ, അന്വേഷിക്കട്ടെ. 2019 അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന RD രാധാകൃഷ്ണനാണ് ഒരു ഓഡിറ്റ് നടത്തി എന്തൊക്കെയാണ് ആ സ്ട്രോങ്ങുകളെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്നുള്ളൊരു ഓഡിറ്റ് അങ്ങയുടെ കാലത്ത് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ സ്പോൺസർമാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാർ നൽകിയിട്ടുള്ള കണക്ക് എന്തെങ്കിലും കയ്യിലുണ്ട്? ഞാനിത് എത്രയോ കാലം മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ ഗോൾഡ് മാത്രമല്ല, ഞാനാണ് പറഞ്ഞത്, ഗോൾഡ് മാത്രമല്ല എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടെന്ന കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ സ്ട്രോങ് റൂമുകളിലാകെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, സ്റ്റേറ്റ് ഓഡിറ്റിന് വിധേയമായിട്ടാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഈ 18 സ്ട്രോങ് റൂമിലും കയറി A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി അല്ലാത്ത സാധനങ്ങൾ, ഇപ്പോൾ ചെമ്പും ഓടൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പും ഓടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെമ്പും ഓടും ഒക്കെ എത്രയോ കാലങ്ങളായി ചില മേഖലകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ ഓഡിറ്റ് നടത്തി ഞങ്ങൾ അതും ലേലം ചെയ്ത് കൊടുക്കാൻ അതും കോടതിയുടെ ഉത്തരവിന് വിധേയമായിട്ടാണ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി. A എന്ന് പറഞ്ഞാൽ പൗരാണികം, B എന്ന് പറഞ്ഞാൽ നിത്യനിദാന ഉത്സവാദികൾക്ക് ഉപയോഗിക്കുന്നവ. ഇത് രണ്ടും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. മാറ്റി കൃത്യമായി ബാഗിലും പെട്ടികളുമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ C കാറ്റഗറിയാണ് ഇതിലൊന്നും വേണ്ടി വരാത്തവ. അവയെ കൃത്യമായി 467 കിലോഗ്രാം എന്ന് പറഞ്ഞ് തൂക്കി ഞങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞ 1.5 മാസം മുമ്പ്. അതുകൊണ്ട് തന്നെ 18 സ്ട്രോങ് റൂമിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ റെക്കോർഡ്സുകൾ തിരുവാഭരണം കമ്മീഷണറുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു സംശയം, അതായത് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് അന്ന് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ പറ്റും? ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അല്ല, സ്പെഷ്യൽ കമ്മീഷണർ ആ ഒരു സമയത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പക്ഷേ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുകയും വിളിച്ചതിൽ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഇത് അദ്ദേഹത്തെ വിളിച്ചതിൽ വൈകിപ്പോയി എന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അത് ഖേദപൂർവ്വം ഞങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പ്രൊസീജിയർ ഒരു കാരണവശാലും പാലിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അത് 2023 ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു സ്പെഷ്യൽ ബെഞ്ച് ഒരു വർഷം ഒരു 10-50 കേസുകളൊക്കെ വിധി പറയും. ഇത് 1 വർഷമാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 2022-ലും 2023-ലും ഒക്കെ വരുന്ന കോടതി വിധികൾ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വരില്ല. അത് എക്സ്ക്യൂസ് അല്ല.
അത് എക്സ്ക്യൂസ് അല്ല. ഞാൻ പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല. ഒരു കോടതി വിധി ഉണ്ടായാലും അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ പറ്റിപ്പോയി. ആ ഒരു കാര്യം, അതൊരു സാങ്കേതികപരമായ കാര്യം കോടതിയെ അറിയിക്കുകയും സെക്രട്ടറി ഖേദപൂർവ്വം അറിയിക്കുകയും അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ആ പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് നിങ്ങൾ പറയരുത്. കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് ഞങ്ങളത് കൊണ്ടുപോയത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആരുടെ കൊടുത്തുവിട്ടത്? ഇപ്പോൾ അങ്ങനെയാണോ? അല്ലല്ലോ. ഇതിനകത്ത് ഒരു സംശയം, ഈ ദേവസ്വം വിജിലൻസിന് 2019 ഈ ഒരു ഓർഡർ നടക്കുന്ന സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഇല്ലെന്നുണ്ട്. അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. 2019 കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പലരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ദേവസ്വം വിജിലൻസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സ്മിത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെല്ലാം പരിശോധിക്കാനാണ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. അവർ പരിശോധിക്കട്ടെ. ഈ അസാന്നിധ്യങ്ങളൊക്കെ ഒരു ദുരൂഹതയായിട്ട് തോന്നുന്നില്ല? ആയിരിക്കാം, അല്ലാതിരിക്കാം. ഞാൻ പറയുന്നത് ഈ ദുരൂഹതയുണ്ട്, അതിൽ കാര്യങ്ങൾ പ്രശ്നമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ടീം വരുന്നത്. അപ്പോൾ ദുരൂഹത ഉണ്ടായിരുന്നല്ലോ, ഉറപ്പാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന ഈ വാതിലുണ്ടല്ലോ, ശ്രീകോവിലിന്റെ വാതിൽ, അതിപ്പോ എവിടെയാണുള്ളത്? അവിടെ ഉണ്ട്, ലോക്കറിലുണ്ട്. ഏത് ലോക്കറിലാണ്? ശബരിമല ലോക്കറിലുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഉണ്ടോ? ഉണ്ടാകും. അത് ഞാൻ റിപ്പോർട്ടർ നമ്മുടെ തിരുവാഭരണം കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അല്ല, താങ്കൾ തന്നെ പറഞ്ഞു അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കൊണ്ടുവന്ന ഈ ഒരു വാതിൽ അത് അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരു സംശയമില്ല. ഞാനിപ്പോൾ ഇത്തരം ലോക്കറിലൊന്നും കയറി പോയി പരിശോധിക്കേണ്ട ഒരാളല്ല ഞാൻ. അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് ആത്യന്തികമായി റിപ്പോർട്ട് തരേണ്ടതാരാ? തിരുവാഭരണം കമ്മീഷനാണ്. തിരുവാഭരണം കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയങ്ങളൊക്കെ വന്നപ്പോൾ പരിശോധന നടത്തിയില്ല? പരിശോധിക്കേണ്ടതാരാ? ദേവസ്വം കമ്മീഷണറല്ലേ? അല്ല, ആണെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയി പരിശോധിക്കാൻ പറ്റുമോ? അതിനാണല്ലോ ഓരോ സ്ഥാനത്തും പരിശോധിക്കുന്നത്. കേൾക്കൂ ഒരു ഉദ്യോഗസ്ഥനുള്ളത്. ആ ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു, തിരുവാഭരണ കമ്മീഷണർ, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കൃത്യമായി അവിടെ ഉണ്ട് എന്നാണ്. എന്താണ് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അത്തരത്തിൽ 2019 ശേഷം അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് ആര് കൊടുത്ത റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നത്? RG രാധാകൃഷ്ണൻ കൊടുത്തിരുന്ന ഒരു റിപ്പോർട്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ട്. അല്ല, എനിക്ക് RG രാധാകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. RG രാധാകൃഷ്ണൻ അന്ന് അതിനുശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിരുന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. SP പോലീസ് ഇപ്പോൾ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ടിലും അത് പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. എനിക്കതൊന്നും അറിയില്ല. കാരണം അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലാണെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണെന്ന് അയച്ചതെന്നും ഒക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇന്നലെ SP കൊടുത്ത റിപ്പോർട്ടിലുമുണ്ട്. അതൊക്കെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അന്വേഷിച്ച് വ്യക്തമായ വിശദമായ അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. ഞാനത് പറയേണ്ട ആളല്ലല്ലോ സ്വാഭാവികമായും. കാരണം അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഏതാ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാനങ്ങനെ പറയും സ്വാഭാവികമായും തിരികെ തന്നോ തന്നില്ലേ എന്നൊക്കെ ഞാൻ പറയാൻ ആളല്ലല്ലോ. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ. അതിനാണല്ലോ സുശക്തമായൊരു ടീമിനെ വച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വർണ്ണമായാലും കട്ടുകൊണ്ടു പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അതനുസരിച്ച് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വീണ്ടും വാതിൽ നിൽക്കില്ലെന്നേ. വാതിലൊക്കെ പരിശോധിക്കേണ്ട ആളുകൾ തിരുവാഭരണം കമ്മീഷണറല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വാതിലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പോയി എനിക്കറിയില്ല. എനിക്ക് തിരുവാഭരണ കമ്മീഷൻ്റെ തരുന്ന റിപ്പോർട്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. വീണ്ടും ചോദിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ലേ നിങ്ങളോട്. അതെനിക്ക് തോന്നുന്നു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത്. ഇത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ നടന്നതല്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ
ചെമ്പ് വാളി മതി എന്ന് പറഞ്ഞൊരു കാര്യം വന്നത്. അതിൻ്റെ അവശേഷിക്കുന്ന സ്വർണ്ണവാളി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട്. അതിനൊക്കെ ഒരുപാട് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ സ്വാഭാവികമായും. കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയ പരിശോധന എങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ ബോർഡ്? അതായത് ഈ സ്വർണ്ണപ്പാളികളുടെയൊക്കെ നോക്കാം. അതിനൊഴിക്കാം. ഇപ്പം ഞാൻ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഞാനാളല്ലോ. അതിന് വേണ്ടിയ സാങ്കേതികമായ ശാസ്ത്രീയമായ അന്വേഷണം വേണമല്ലോ. നമുക്ക് നോക്കാം, പരിശോധിക്കാം. പിന്നെ ഇത് അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലെന്ന് പറയുന്നത് സ്ട്രോങ് റൂമിലാണ്. പിന്നെ അല്ല, അത് നോക്കി തിരുവാഭരണ കമ്മീഷണറാണല്ലോ അതിന് പിന്നെ സർവാധികാരി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതും നടത്തേണ്ടതും തിരുവാഭരണ കമ്മീഷൻ നേതൃത്വത്തിലാണ്. അത് അവിടെ നടക്കുന്നുണ്ടാവാം. ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ ശബരിമലയിലെ 25 പിന്നെ സ്വർണ്ണാഭരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടു ഞാൻ കൊടുത്തു വിടും? ഇല്ലല്ലോ, ഞാൻ അറിയുന്നുണ്ട് അതൊക്കെ. എനിക്കറിയില്ലെന്നേ, ഞാൻ പറയുന്നത് അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതില്ല. അതും അന്വേഷിക്കട്ടെ, നമുക്ക് നോക്കാം. അതേതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അത് അന്വേഷിക്കാം. 10 വർഷത്തോളം എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് ഒരു പരാതി നൽകിയെങ്കിൽ 10 വർഷമായെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കാതിരിക്കും? എനിക്കറിയില്ല. പരാതിക്കാരനെയോ പരാതിക്കാരൻ്റെ പരാതിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പെട്ടാൽ നമുക്ക് പരിശോധിച്ച് കാര്യങ്ങൾ നടപടിയെടുക്കാം. ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും വ്യവസായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? അതായത് സ്ക്രൂട്ടിനി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം ഒരുപാട് സ്പോൺസർമാർ പല വർഷങ്ങളായിട്ട് ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് സ്ക്രൂട്ടിനി ചെയ്തതിൽ ആരൊക്കെയാണ്, അവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കാരണം പലരുടെയും പേര് പലരെ അകറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ ബോർഡ് തന്നെ. അത് പേരൊന്നും പറയുന്നില്ല, പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഒരു സ്ക്രൂട്ടിനി എന്തെങ്കിലും ഉണ്ടാവുമോ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ? അല്ല, നമ്മളിപ്പോൾ ഈ ദേവസ്വം ഇപ്പോൾ വഴിപാടുകളെല്ലാം ടെൻഡറാണ്. വഴിപാടുകളായാലും ശരി തന്നെ, മരാമത്ത് ഇടപാടുകളായാലും ശരി തന്നെ ഇപ്പോൾ ടെൻഡർ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ആ ടെൻഡർ നടപടി കഴിയുമ്പോൾ അതിൻ്റെ പ്രാപ്തി പരിശോധിക്കാനും ബാക്ക്ഗ്രൗണ്ട് പരിശോധനയ്ക്ക് ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ പിന്നെ കൂടി ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നത് ദേവസ്വം വിജിലൻസ്, നമുക്ക് ദേവസ്വം വിജിലൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഒരു പ്രാപ്തി പരിശോധന വേണമെന്നും ഞങ്ങൾ വിചാരിക്കുകയാണ്. അത് ബോർഡ് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഈ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ ഈ 2019 അന്ന് ഈ ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ അദ്ദേഹം ഈ ശബരിമല അയ്യപ്പൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും മാല കൊണ്ടുപോയിട്ട് അത് സ്വർണ്ണം പൂശി തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ അത് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ആരെയാണെങ്കിലും ഞാൻ പറയുന്നത് പത്മകുമാറിൻ്റെ അല്ല, PS പ്രശാന്തിൻ്റെ ആണെങ്കിൽ പോലും അതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ശക്തമായ ടീമിനെ വെച്ചിരിക്കുന്നത്. അന്വേഷിക്കട്ടെ. നമ്മളതിലൊന്നും വേവലാതിപ്പെടുന്നത്. എന്തായാലും 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സമർപ്പിക്കട്ടെ, തെളിവുകൾ പുറത്തു വരട്ടെ. നല്ല ടീമല്ലേ, ഗംഭീരമായ ടീമാണ്. ഉറപ്പായിട്ടും അന്വേഷിക്കും. അവർ സംഗതികൾ പുറത്തു വരട്ടെ. ഇനി അതിലേതെങ്കിലും ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തർക്കമില്ല, കൃത്യമായ നടപടി ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകളും സ്പോൺസറും ഒക്കെ തന്നിരിക്കുന്ന കാലമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചില്ലല്ലോ. ഞങ്ങൾ ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ ഡെലിഗേറ്റ്സിനെയൊക്കെ തിരഞ്ഞെടുത്ത ഒരു രീതിയൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ. പിന്നീട് വരുമ്പോൾ ഞാൻ പറയുന്നത് ഈ സംശയത്തിൻ്റെ ലക്ഷോപലക്ഷം ആളുകളല്ലേ അവിടെ വരുന്നത്. നമുക്ക് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? പക്ഷേ ഇനി മുതൽ നമുക്കതൊരു പാഠമാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിജിലൻസിനെ കൂടി നമ്മൾ ഇവരെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ നോക്കാം. അത് വലിയ പ്രയാസമാണ്. കാരണം ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ഒരു 5000 രൂപയുടെ 10000 രൂപയുടെ ഒക്കെ ഒരു ചെക്കോ ഒക്കെ കൊണ്ടു തരുമ്പോൾ അതെല്ലാം ഇനി വിജിലൻസ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് പ്രാക്ടിക്കലായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ പോലും ഞങ്ങളത് പരിശോധിക്കാൻ കൂടി തീരുമാനിക്കാൻ